വേണുഗോപാലിലേക്ക് വരാം. ചാക്കാമുക്ക് ദേശത്തോടൊപ്പം അഖിൽ കൂടി ചേരുന്നുണ്ട്. അഖിൽ, ഈ പുലികൾ തൃശൂർ പട്ടണം കൈയടക്കുക എന്നൊക്കെ പറയുന്നത് പോലെ അത്രയധികം പുലികൾ ഇറങ്ങാനുണ്ട്. ചാക്കാമുക്ക് ദേശത്തിനൊപ്പം എത്ര പുലികളാണുള്ളത്? എത്രത്തോളം ആവേശത്തിലാണ് ഇത്തവണ പുലികളി? അതന്നെ എല്ലാ ദേശങ്ങളിലും ഈ 51 പുലികൾ വീതമാണ്. അതിൽ 51 പുലികൾ വീതം 7 ദേശങ്ങളിൽ നിന്ന് 357 പുലികളാണ് നഗരത്തിലേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ തന്നെ വളരെയധികം കൂടുതലാണ്. കാരണം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് 5 ദേശങ്ങളായിരുന്നു എങ്കിൽ ഇത്തവണ അത് 2 ദേശങ്ങൾ കൂടി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും പല ദേശങ്ങളും, അതായത് 10ഉം 12ഉം വർഷങ്ങൾക്ക് ശേഷം, നമ്മളിപ്പോൾ നിൽക്കുന്ന ചാക്കാമുക്ക് ദേശമാണ്. ആ ചാക്കാമുക്ക് ദേശം പോലും 13 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു പുലികളിക്കായി ഒരുങ്ങുന്നത്. അന്ന് 13 വർഷങ്ങൾക്ക് മുൻപ് ഈ ചാക്കാമുക്ക് ദേശം പുലികളി നിർത്തുമ്പോൾ അവരായിരുന്നു അന്നത്തെ ചാമ്പ്യന്മാരെന്ന് പറയുന്നത്. അതിനുശേഷം വീണ്ടും അത്തരത്തിലൊരു ചാമ്പ്യൻ പട്ടം നേടാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അല്പസമയത്തിനകം തന്നെ മടയിൽ തയ്യാറായി നിൽക്കുന്ന പുലികളെല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങും. അതോടൊപ്പം തന്നെ വാദ്യമേളങ്ങളും വാദ്യഘോഷങ്ങളും അവരുടെ അകമ്പടിയോടുകൂടി തന്നെ പുലികൾ ഇവിടേക്ക് ഇറങ്ങും. തുടർന്ന ശേഷം ഇവിടെ നിന്നും ഈ കോട്ടപ്പുറം വഴി അങ്ങനെ റൗണ്ടിലേക്ക്, തൃശ്ശൂർ റൗണ്ടിലേക്ക് ഈ പുലികളി സംഘം യഥാർത്ഥ കളി, അല്ലെങ്കിൽ പുലികളിയുടെ യഥാർത്ഥ കളി, അതാത് ദേശങ്ങളിൽ അവർ പുലികളികൾ നടത്തും. അതാത് ദേശങ്ങളിൽ അവർ പുലികൾ അവിടെ ചുവടുകൾ വെക്കും, വാദ്യത്തിനൊത്ത് ചുവടുകൾ വെക്കും. യഥാർത്ഥ കളി, യഥാർത്ഥ പുലികളി നടക്കുന്നത് അത് സ്വരാജ് റൗണ്ട് തൃശ്ശൂർ റൗണ്ടിലാണ്. ആ തൃശ്ശൂർ റൗണ്ടിൽ എത്തിയ ശേഷമാണ് ആ മത്സരിച്ചുള്ള ആ കളികൾ ഉണ്ടാവുക. ഓരോ സംഘത്തിനും കൃത്യമായ സമയം നൽകിയിട്ടുണ്ട്. ആ സമയത്തിനനുസരിച്ചായിരിക്കും ഓരോ സംഘവും മത്സരിക്കുക, കളിക്കുക. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. വരകളെല്ലാം തന്നെ എല്ലാ ദേശങ്ങളുടെയും വരകൾ പൂർത്തിയായി. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഈ സംഘങ്ങളൊക്കെ തന്നെ, പുലികളൊക്കെ തന്നെ മടകളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ. അതിനായുള്ള ഒരു കാത്തിരിപ്പ്, അതായത് അവർക്ക് നൽകിയിട്ടുള്ള സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് എത്തുമ്പോൾ മടകളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും വാദ്യകലാകാരന്മാർ അടക്കമുള്ള ആളുകളിൽ നമുക്ക് അവരോട് ചോദിച്ചേക്കാം, എന്താ ഇത്തവണ എങ്ങനെയാ തറകില്ലേ? കുമ്പറൊക്കെ ഞങ്ങളിവിടെ പിന്നല്ലാതെ കുറെ വിളിക്കും. പുലികളെ കളിപ്പിക്കലാണ് ഞങ്ങളുടെ പണി. അതാണ്, കളിക്കാത്ത പുലികളെ പോലും കളിപ്പിക്കുകയാണ് തങ്ങളുടെ പണി എന്നാണ് കൂട്ടുകാർ പറയുന്നത്. ഇനി കൂട്ടുകാരോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇപ്പോൾ ഈ അവിടെ തയ്യാറായിരിക്കുന്ന മടകളിൽ നിന്നും തയ്യാറായിരിക്കാൻ നമ്മളിപ്പോൾ ഈ കാണുന്ന ചാക്കാമുക്ക് ദേശത്തിന്റെ ആ കവാടത്തിലൂടെ മടകളിൽ നിന്നും പുലികൾ ഓരോന്നായി പുറത്തേക്ക് വരും. പലതരത്തിലുള്ള പുലികളുണ്ട്. അതായത് ചാക്കാമുക്ക് ദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പെൺപുലികളുള്ള 3 മടകളാണുള്ളത്. അതിൽ ഒന്ന് ചാക്കാമുക്കാണ്, മറ്റൊന്ന് സീതാറാം മില്ലാണ്. ഏറ്റവും കൂടുതൽ പെൺപുലിയുള്ളത് വിയ്യൂർ ദേശമാണ്. ചാക്കാമുക്ക് ദേശത്തിന്റെ ഒരു പെൺപുലിയും അതോടൊപ്പം തന്നെ 2 കുട്ടിപ്പുലികളും അടങ്ങുന്ന 51 പുലികൾ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങും. ഇപ്പോൾ എന്തായാലും അവരുടെ മേളം ആ താളത്തിനനുസരിച്ച് അവർ പറഞ്ഞതുപോലെ തന്നെ ഈ അനങ്ങാത്ത പുലിയെ പോലും കളിക്കാത്ത പുലിയെ പോലും കളിപ്പിക്കുന്ന ആ ഒരു വാദ്യമേളം, ആ ഒരു തടക്കം, അതായത് വർഷങ്ങളായി ഇവർ അത്തരത്തിൽ കിട്ടുന്നവരാണ്. ഈ പുലികളും അത്തരത്തിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഒപ്പം മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ രാവിലെ ചാക്കാമുക്ക് ദേശത്തിന്റെ ഒപ്പം ചേർന്നപ്പോൾ നമ്മൾ കണ്ടതാണ്, പുതിയ പുലികൾ ധാരാളമുണ്ട് എന്നുള്ളതാണ്. ധാരാളം പുതിയ പുലികൾ ചാക്കാമുക്ക് ദേശത്തിനൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രത്യേകത എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ ഇവിടെ ചോദിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാം സ്റ്റെപ്പുകൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. കാരണം ആ സ്റ്റെപ്പ് കളിക്കുന്നതിന് കൃത്യമായി വരയ്ക്ക് മാർക്കുണ്ട്. ആ വരയ്ക്കൊപ്പം താളത്തിനൊപ്പം സ്റ്റെപ്പ് വെക്കുന്നതിനും ഒക്കെ തന്നെ മാർക്കുണ്ട്. ആ മാർക്കാണ് ആര് തൃശ്ശൂരിന്റെ പുലികളുടെ രാജാവാകും എന്ന് നിശ്ചയിക്കാൻ പോകുന്നത്. ആ താളം, ആ കൃത്യമായിട്ടുള്ള ചുവടുവയ്പ്പുകൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഓരോ പുലികളുടെയും ചുവടുവയ്പ്പിന് പോലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, വരകൾക്ക് പ്രത്യേകതകളുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും പുലികളികൾ സംബന്ധിച്ചോളം, തൃശ്ശൂരുകാരെ സംബന്ധിച്ചോളം ഓണാഘോഷങ്ങളുടെ അവസാനമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഓണം അവസാനിക്കുന്നത് ഈ 4ാം ഓണനാളിലെ ഈ പുലികളിയിലാണ്. അപ്പോൾ അന്നേ ദിവസം, അതായത് തൃശ്ശൂരുകാരെ സംബന്ധിച്ചോളം അവരെല്ലാം മറന്ന് കൈമെയ് മറന്നുകൊണ്ടുള്ള ഒരു ആവേശത്തിരയിലേക്ക് ഇറങ്ങാൻ പോകുന്ന ആ ഒരു ഘട്ടം, അതിനുള്ള ഏതാനും നിമിഷങ്ങളുടെ കാത്തിരിപ്പാണ് ഈ ചാക്കാമുക്ക് ദേശക്കാരിൽ നിന്നും ഉണ്ടാവുന്നത്. നമുക്ക് ഒരുപക്ഷെ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ഈ പുറത്തൊക്കെ തന്നെ നിരവധി പേർ ഈ പുലികളിയുടെ ആവേശം കൊണ്ടാണ് പുലിയുടെ വസ്ത്രങ്ങൾ ഇട്ട് വന്നവരുണ്ട്. അതോടൊപ്പം തന്നെ പുലിയുടെ മുഖംമൂടികൾ വെച്ചെത്തി, അതായത് തങ്ങൾക്ക് പുലിയായില്ലെങ്കിൽ പുലിയുടെ മുഖംമൂടി വെച്ചുകൊണ്ടുള്ള പുലികളാവുന്നു. എന്തായിട്ടൊരു പുലിയുടെ മുഖംമൂടിയൊക്കെ നമ്മളെ ആവേശത്തിനൊപ്പം അല്ല, പിന്നെ വേറെ തീർച്ചയായിട്ടും തകർക്കും. ആ ഒരു ആവേശം തന്നെയാണ് നമുക്ക് ഒരുപക്ഷെ കാണികളിലേക്കൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ അക്ഷമരായി കാത്തു നിൽക്കുന്നത് ഈ ചാക്കാമുക്ക് ദേശത്തിന്റെ പുലികൾ മടയിൽ നിന്നും പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് തന്നെയാണ് ഈ ചാക്കാമുക്ക് ദേശത്തെ സംബന്ധിച്ചോളം ഉള്ളതെന്ന് പറയുന്നത്. ജിതിനെ,
ജിതിനാണ് നമ്മുടെ ചാക്കാമുക്ക് ദേശത്തിന്റെ ഒരു രക്ഷാധികാരിയാണ്. ജിതിൻ എന്തായി നമ്മുടെ ഒരുക്കങ്ങളൊക്കെ? ഒരുക്കങ്ങൾ പൂർത്തിയാക്കി നമ്മൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. ദീപം തെളിയിച്ച് നമ്മൾ തുടങ്ങും. അതിന് കൊട്ട് പുലിക്കളി ഒരു റൗണ്ട് കളിച്ച് നമ്മൾ നേരെ സ്റ്റാർട്ട് ചെയ്യും. വണ്ടിയിലാണ് അല്ലല്ല, നമ്മൾ ഇവിടെ നിന്ന് കളിച്ച് പോകും. കോട്ടപ്പുറം അമ്പലത്തിൽ നാളികേരം ഉടച്ചിട്ടാണ് നമ്മൾ നടുവിലേക്കുള്ള നമ്മുടെ ഏത് വഴിയാണ് കയറുന്നത്? MG റോഡ് വഴി ചക്കാമുക്കിൽ കഴിച്ച് കോട്ടപ്പുറം ദേവര നാളികേരം ഉടച്ച് അവിടെ കഴിച്ചിട്ട് MG റോഡ് മിനിമ വഴി നമ്മൾ വടക്കുന്നാഥന് പ്രദക്ഷിണം ചെയ്യും. നമുക്ക് എത്ര മണിക്കാണ് കയറാനുള്ള സമയം? നമുക്ക് 6 മണിക്കാണ്. 6 മണിക്കാണ് നമ്മൾ പോയിന്റ്. ഇത്തവണ എന്തായാലും വാശി, കാരണം കഴിഞ്ഞ് നമ്മൾ അവസാനം നിർത്തുമ്പോൾ നമുക്കായിരുന്നു ട്രോഫി. ആ ട്രോഫി തിരികെ വീണ്ടും ഇവിടെ എത്തിക്കണം. നല്ലൊരു വാശിയിലാണ് അത് തിരികെ തന്നിരിക്കും. മാക്സിമം ചെയ്തിരിക്കും. ഇനി ബാക്കിയുള്ള മുകളിൽ താള്. ഞാൻ രാവിലെ തന്നെ വന്ന് സംസാരിച്ചപ്പോൾ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പുതിയ പുലികളാണ്. നമുക്ക് കുറെ ആദ്യമായിട്ട് ഇറങ്ങുന്ന കുറെ പുലികൾ നമുക്ക് ഇത്തവണ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അവരെ ഉഷാറാക്കില്ല? അവരെല്ലാവരും ഉഷാറാണ്. എത്ര സമയം ഇപ്പൊ തുടങ്ങും? ഇപ്പൊ തുടങ്ങും 2 മിനിറ്റിൽ വിളക്കോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നമ്മളൊരു 10 മിനിറ്റിൽ നിന്ന് പുലിമടയിൽ നിന്ന് പൂരനഗരിയിലേക്ക് പുലികളുമായിട്ട് ആവേശകരമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ചക്കാമുക്കിൽ കളിച്ച് കോട്ടപ്പുറം തേവരെ വണങ്ങി മിൽമ വഴി വടക്കുന്നാഥനെ വണങ്ങിയിട്ട് MG റൗണ്ട് സെക്കൻഡ് റൗണ്ട് ചെയ്ത് നമ്മൾ തിരിച്ചിവിടെ എത്തുന്നതാണ്. ഒരു ടാബ്ലോ ഒരു ടാബ്ലോ, ഒരു പുലിവണ്ടിയും 2 കുട്ടിപ്പുലി, ഒരു വനിതാ പുലി അടക്കം 51 പുലി. അവർ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു ടാബ്ലോ ഉണ്ട്, അതായത് നിശ്ചല ദൃശ്യങ്ങളുണ്ട്. നമ്മൾ ആദ്യഘട്ടത്തിൽ പറയാൻ വിട്ടുപോയ കാര്യമാണ്. അതായത് പുലികളെ സംബന്ധിച്ചോളം ഈ പുലികൾ മാത്രമല്ല, അതിന് പിറകിലായിട്ടൊരു നിശ്ചല ദൃശ്യമുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ പുലികളുടെ ഒരു പുലി വണ്ടിയും ഉണ്ടാവും. അതായത് പുലികൾ കയറിയിട്ടുള്ള ഒരു പുലി വണ്ടിയും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ കാഴ്ചക്കാരെ അമ്പരിപ്പിക്കാൻ, അല്ലെങ്കിൽ കാഴ്ചക്കാർക്ക് ഒരു ആസ്വാദനം നൽകാൻ വേണ്ടിയുള്ള, അതായത് ഇപ്പോൾ ഈ നിലവിളക്ക് കൊളുത്തിയതിനു ശേഷമാണ് ഈ പുലികൾ പുറത്തേക്ക് വരിക. അതിന്റെ ഒരു ചടങ്ങ്, ആ ഒരു സെക്കൻഡുകൾ. അപ്പോൾ ഏകദേശം ഈ പുലികൾ മടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാറായി എന്നുള്ളതിന്റെ എല്ലാ സൂചനകളും നമുക്ക് ഇവിടെ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കത് ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയും ഒരു ഏതാനും മിനിറ്റുകൾ മാത്രം. ആ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ചാക്കാമുക്ക് ദേശത്തിന്റെ 51 പുലികൾ, ഒരു പെൺപുലി അടക്കമുള്ള 51 പുലികൾ ഇവിടേക്ക് ഇറങ്ങുന്നു. അവർ ഒന്നിച്ച് ഒരു മെയ്യായി, ഒരു മനസ്സായി, ശരി സിജോ, മറ്റു ദേശങ്ങൾ കൂടി ഒരുങ്ങിയോ എന്നറിയാം. വിയൂർ ദേശത്തിന്